ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞങ്ങൾ ഖത്തറിൽ സെക്കൻഡ് ഡേ ആണ്, അതുപോലെ ഈദിൻ്റെ സെക്കൻഡ് ഡേയും കൂടെയാണ്. ഇന്നത്തെ പ്ലാന് ഫസ്റ്റ് നമ്മൾ ഖത്തർ മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തുള്ളൊരു മെട്രോ സ്റ്റേഷനിലേക്കാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് ഈ മെട്രോ സ്റ്റേഷൻ നല്ല ചെറുതായിട്ടാണ് തോന്നുന്നത്. ഉള്ളിലെത്തുമ്പോഴാണ് മനസ്സിലാവണം നല്ല സ്പേഷ്യസ് ആണെന്ന്. ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ മെട്രോ സ്റ്റേഷനും ഈ ഒരു രീതിയിൽ തന്നെയാണ്. ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങളും വരുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് നമുക്ക് ചെറിയൊരു ഭാഗം മാത്രമേ കാണുള്ളൂ. സ്റ്റേഷൻ്റെ അകത്തുനിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ മെട്രോയിൽ കയറി. ഇവിടെ മെട്രോ കൂടുതലായിട്ടും പോകുന്നത് ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ്. മെട്രോയിൽ ഒരുപാട് സമയം യാത്ര ചെയ്തെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത്. ബാക്കിയെല്ലാം ടണലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് പോകുന്നത്. മെട്രോയിലെ യാത്രയൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് വില്ലാജിയോ മാളിലേക്കാണ്. മാളിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇൻറ്റീരിയറൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലെ ബിൽഡിങ്സൊക്കെ. നമ്മൾ സാധാരണ കാണുന്ന ബിൽഡിങ്സ് പോലെയല്ല, വെനീസിലൊക്കെ എത്തിയ ഒരു ഫീലിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു ബോട്ട് സർവീസ് ഉണ്ട്. ഇത് മാളിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിൽ പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറേ ഷോപ്സൊക്കെയാണ് വരുന്നത്. ഇതായതുകൊണ്ട് തന്നെ കുറേ ഡെക്കറേഷൻസൊക്കെ മാളിനകത്തുണ്ടായിരുന്നു. അതുപോലെ നല്ല തിരക്കുമുണ്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ബോട്ടിൽ കയറി. മാളിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിൽ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. രണ്ട് സൈഡിലും കുറേ ഷോപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുമ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്രിഡ്ജൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാളിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഡെസേർട്ട് സഫാരിക്കാണ്. ഈദായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഞങ്ങൾ കുറേ സമയം വെയിറ്റ് ചെയ്തു. കുറേ ആളുകൾ മുൻകൂട്ടി വണ്ടിയൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ അവർ കയറിപ്പോയി. അങ്ങനെ കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കും കിട്ടിയൊരു വണ്ടി.
ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഇത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. ഇത് പറയാൻ പറ്റാത്ത അത്ര അടിപൊളിയാണ്. ഡെസേർട്ട് സഫാരിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സൂക്ക് വഖഫിലേക്കാണ്. ഈദായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട്. ഈദായതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആളുകൾ വന്നിട്ടുള്ളത്. ഫയർ വർക്ക്സൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാനുള്ളൊരു തിരക്കാണ് ഈ കാണുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. 3rd ഡേയിലുള്ള വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. ഇൻഷാ അല്ലാ. ബായ്.